എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ പേരിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. ഓഗസ്റ്റ് മാസത്തിലെ അപ്ഡേറ്റ് കുറച്ച് വൈകിപ്പോയി, അതിൽ ക്ഷമിക്കണം. നമ്മുടെ AGM-ഉം അതുപോലെ കമ്മിറ്റി മീറ്റിങ്ങിലെ തീരുമാനങ്ങളൊക്കെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അജണ്ടകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കുറേയേറെ കാര്യങ്ങളുണ്ട്. വൈകിപ്പിക്കാതെ അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ അനുശോചനം ആദ്യം തന്നെ, പിന്നെ നമ്മുടെ ഓണാഘോഷത്തെക്കുറിച്ച് പറയാനുണ്ട്, പിന്നെ നമ്മുടെ AGM-ലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. സമാജം ഇമ്പാക്റ്റ്, നമ്മളെല്ലാ പ്രാവശ്യവും പറയുന്ന സമാജം ഇമ്പാക്റ്റ്, പിന്നെ പ്രവർത്തന റിപ്പോർട്ട്, മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ AGM-ന് പുറമെ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ള അജണ്ട. ദയവ് ചെയ്ത് എല്ലാവരും മുഴുവൻ വീഡിയോയും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അനുശോചനം ആണ്. അനുശോചനത്തിൽ നമുക്ക് ഇപ്രാവശ്യം പറയാനുള്ളത്, നമ്മുടെ പ്രശസ്ത അഭിനേതാവും മിമിക്രി താരവുമായിരുന്ന നമ്മുടെ കലാഭവൻ നവാസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടു പിരിഞ്ഞു. ആഗസ്റ്റ് 1-നായിരുന്നു അദ്ദേഹം മരിച്ചത്. പിന്നെ പ്രശസ്ത എഴുത്തുകാരൻ MK സാനു ഓഗസ്റ്റ് 2-ാം തീയതി നമ്മളെ വിട്ടു പിരിഞ്ഞു. പിന്നെ നമ്മുടെ മരിച്ചുപോയ കമ്മിറ്റി അംഗമായ മുൻ കമ്മിറ്റി അംഗം അനന്തേട്ടൻ്റെ ബന്ധുവും അയൽവാസിയുമായിരുന്ന പങ്കജവല്ലി ചേച്ചി ഓഗസ്റ്റ് 18-ന് മരിച്ചുപോയി. പിന്നെ നമ്മുടെ സമാജം ലൈഫ് മെമ്പറായിരുന്ന ഓമന ചേച്ചി ഓഗസ്റ്റ് 26-ന് നമ്മളെ വിട്ടു പിരിഞ്ഞു. ഇത്രയും പേരാണ് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മളെ വിട്ടു പിരിഞ്ഞത്. ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഓണാഘോഷത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കാരണം ഓണാഘോഷം അടുത്ത് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് ക്ലിയർ ആക്കാം എന്ന് വിചാരിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണാഘോഷം ഒരു ഓണസദ്യയായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ബാക്കി കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ചെറിയൊരു പാട്ടും കളികളൊക്കെ ഉണ്ടാവുന്നല്ലാതെ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചൊന്നതൊന്ന് പൊലിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിൽ കാര്യമായിട്ട് നമുക്ക് ഒരു വെന്യൂ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. കാരണം എല്ലാ പ്രാവശ്യവും നമുക്ക് ഗംഗാധരേട്ടൻ്റെ വീട്ടിൽ ബംഗ്ലാവിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ആ സ്ഥലം ലഭ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആദർശ് സ്കൂളിൽ ഒരു അവിടുത്തെ കോൺഫറൻസ് ഹാള് നമുക്കുള്ള പരിപാടികൾക്കായി അവർ വിട്ടു തന്നു. ആദർശ് സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈസ്റ്റിലുള്ളവർക്കും വെസ്റ്റിലുള്ളവർക്കും കൺവീനിയൻ്റ് ആണ് സ്കൂള്. സ്റ്റേഷനിൽ വളരെ അടുത്ത്, നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണാഘോഷത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പൂക്കള മത്സരം നമ്മൾ മുന്നേ നടത്തിയിരുന്നു. ഇപ്രാവശ്യമുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ നിങ്ങൾക്ക് മത്സര സ്ഥലത്തെത്തി പൂക്കളം ഇടാൻ തുടങ്ങാം. ഇപ്രാവശ്യം എല്ലാ ആക്ടിവിറ്റീസും, അതായത് കോമ്പറ്റീഷൻസും പൂക്കള മത്സരം ആയാലും നമ്മളൊരു കുടുംബ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മളല്ല, വേറെ സമാജങ്ങളാരും ഇങ്ങനെ അവരുടെ മേഖലയെ വേറെ വേറെ ഏരിയകളായി തരംതിരിച്ചൊരു മത്സരങ്ങൾ നടത്തിയായി അറിയില്ല. അതായത് നമ്മളാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. നോക്കട്ടെ എങ്ങനെ ഇത് പോകുന്നുണ്ടെന്ന്. എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഊർജ്ജസ്വലമായ പരിപാടിയായി തന്നെ നമുക്ക് ഓണാഘോഷം മാറ്റാൻ സാധിക്കും. അപ്പോൾ ഓരോ പിന്നെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും ഒരു പൂക്കളമാണ് ഇടേണ്ടത്. ഇതിന്റെ നോട്ടീസ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഓൾറെഡി നോട്ടീസ് വന്നിട്ടുണ്ട്. ആ നോട്ടീസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിത് നടത്തുന്നതെന്ന്. അപ്പോൾ 1 മീറ്റർ ഡയമീറ്ററുള്ള ഒരു പൂക്കളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളിൽ അതിന് തയ്യാറായിട്ടുള്ള 5 പേര് നിങ്ങളുടെ ഫാമിലി ക്യാപ്റ്റൻസിന് പേര് നൽകുക. നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് വന്ന് അവിടെ പൂക്കളം ഇടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ കലാമത്സരങ്ങൾ നമ്മൾ നടത്തുന്നത് 4 വിവിധ ഗ്രൂപ്പുകളായിട്ടാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, പിന്നെ ഓപ്പൺ ടു ഓൾ എന്നീ 4 കാറ്റഗറികളിലായി ഓരോ കാറ്റഗറിയിലും 2 വീതം മത്സരങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിൽ എല്ലാ മത്സരങ്ങളിലും 2 പാർട്ടിസിപ്പൻസ് ആണ് ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ അംഗീകരിക്കുക.
എക്സെപ്റ്റ് ഡി ഗ്രൂപ്പ്, അതായത് ഓപ്പൺ ടു ഓൾ ഗ്രൂപ്പിൽ നമ്മളൊരു പിന്നെ കവിതയും പിന്നെ അതുപോലെ തന്നെ സിനിമ ഗാനവും വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആ നോട്ടീസിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ കലാമത്സരങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പിലെ ക്യാപ്റ്റൻസിന് പേര് കൊടുക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നോമിനേഷൻസ് വരികയാണെങ്കിൽ ക്യാപ്റ്റൻസ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായി പെർഫോം ചെയ്യുന്നവരെ ഫൈനൽ പരിപാടിക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സഹകരിക്കാൻ നിരാശരാകരുത്. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആ ഒരു സ്പിരിറ്റിൽ നമ്മളത് കാണണം. പിന്നെ എല്ലാവർക്കും പെർഫോം ചെയ്യാനായിട്ട് തീർച്ചയായും നമ്മുടെ ആനുവൽ ഫംഗ്ഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനുശേഷം നമ്മുടെ അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ഓണസദ്യ ഉണ്ടാവും. ഓണസദ്യ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവും. അതുപോലെ വടംവലി മത്സരവും ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാവും. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള മത്സരമുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ നോമിനേഷൻസ് ഫാമിലി ക്യാപ്റ്റൻസിന്റെ കയ്യിൽ കൊടുക്കുക. പിന്നെ മത്സര ഇനമല്ലാത്ത ഒരൊറ്റ ഐറ്റം നമ്മുടെ തിരുവാതിര മാത്രമാണ്. അപ്പോൾ തിരുവാതിര ഒരു 3 തിരുവാതിര വരെ കളിക്കാൻ നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ തിരുവാതിരയ്ക്ക് പുറമെ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് ഇപ്പൊ തൽക്കാലം അക്സെപ്റ്റ് ചെയ്യാൻ സമയമില്ല. കാരണം രാവിലെ 8:30-ക്ക് തുടങ്ങുന്ന പരിപാടി ഇപ്പോഴത്തുള്ള അജണ്ട വെച്ചിട്ട് തന്നെ തീരാൻ 5:30-6 മണിയാകും. അതിലും കൂടുതൽ നമുക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പലരും ഗ്രൂപ്പായിട്ടൊക്കെ കളിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഗ്രൂപ്പ് ഡാൻസും മറ്റും കളിക്കുന്നവർ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വിവിധ ഫാമിലി ഗ്രൂപ്പുകളിൽ പെടുന്നവരായിരിക്കും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ആനുവൽ ഫംഗ്ഷന് തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് കളിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഇല്ലെങ്കിലും നിങ്ങൾ ഫാമിലിയുടെ ഉള്ളിൽ ചർച്ച ചെയ്തിട്ട് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ ഈ കുടുംബങ്ങളുടെ ഉള്ളിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊരു മത്സരങ്ങൾ നടത്തുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഫാമിലി ഗ്രൂപ്പുകൾക്കുള്ളിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിനെ നിങ്ങൾ ആ രീതിയിൽ കാണാം. ഗ്രൂപ്പ് ഡാൻസ് വർക്ക് നമ്മുടെ ഒരു ഐറ്റം ഉണ്ട് ഓപ്പൺ ടു ഓൾ കാറ്റഗറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് 2 മുതൽ 5 പേര് വരെയുള്ള ഗ്രൂപ്പ് ആകാം. അങ്ങനെ 2 ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വേദിയായി, അതിനുള്ള ഒരു അവസരമായി ഈ ഓണാഘോഷം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അടുത്ത അജണ്ട AGM അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ സമാജത്തിന്റെ AGM കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അജണ്ടകൾക്ക് പുറമെ നമ്മൾ കൈകാര്യം ചെയ്ത 3 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബിൽഡിംഗ് റീഡെവലപ്മെന്റിന്റെ കാര്യമാണ്. നമ്മുടെ സമാജത്തിന്റെ ഓഫീസ് നിൽക്കുന്ന കെട്ടിടം ഉടനെ തന്നെ റീഡെവലപ്മെന്റിലേക്ക് പോവുകയാണ്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള ഓഫീസാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ കുറെ ചർച്ച നടന്നു. അപ്പോൾ അതിൽ തീരുമാനമായത് ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പ് ആയിട്ടുള്ള ഒരു റൂമാണ് നമ്മുടെ ഓഫീസ്. അതിന് പകരം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫ്ലാറ്റ്, അതൊരു 2 BHK ഫ്ലാറ്റ് നമുക്ക് വാങ്ങാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ 4-5 ലക്ഷം രൂപ അധികം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വീട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കാമെന്നാണ് ആ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു അജണ്ട ബൈലോ അമെൻമെന്റ് കമ്മിറ്റി ആയിരുന്നു. ബൈലോ അമെൻമെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാജത്തിന്റെ ബൈലോ ഏകദേശം 20 വർഷം മുന്നേ ഉള്ളതിൽ നിന്നും മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അപ്പൊ അതിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന തോന്നൽ നമുക്ക് കമ്മിറ്റിയിലുള്ളവർക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അതിന് ഇങ്ങനെ ഒരു അജണ്ട AGM-ൽ വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൽ നമ്മളൊരു 5 പേരുടെ കമ്മിറ്റി നമ്മൾ തിരഞ്ഞെടുത്തു. 5 പേരല്ല, സോറി, 7 പേരുടെ കമ്മിറ്റി. അത് പ്രസിഡന്റ്, സമാജത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെ നിലനിർത്തിക്കൊണ്ട് അതിന് പുറമെ കമ്മിറ്റിന്റെ പുറത്തു നിന്ന് 4 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബൈലോ അമെൻമെന്റ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. അതിൽ സമാജം അംഗങ്ങളായ പീതാംബരൻ, പിന്നെ ബിനീഷ്, പിന്നെ അഭിലാഷ്, പിന്നെ യോഹന്നാൻ സർ, ഇങ്ങനെ 4 പേര്. പിന്നെ സമാജത്തിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 പേരും കൂടിയുള്ള 7 പേരുടെ ഒരു ബൈലോ അമെൻമെന്റ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്.
അവർ വരുന്ന 5 മാസത്തിനുള്ളിൽ ആ ബൈലോ പഠിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള ഒരു റിപ്പോർട്ട് സമാജത്തിന് സമർപ്പിക്കുകയും അതിനുശേഷം ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ച് ആ മാറ്റങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇൻകം ഓപ്ഷൻസിൽ നമ്മൾ പല ചർച്ചകളും നടന്നു. സമാജത്തിന് ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. അതിൽ ഡ്യൂസ് കളക്ഷന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ചർച്ച ചെയ്തു. നമുക്കൊരു ഡ്യൂസ് ആയിട്ട് തന്നെ ഒരു 4 ലക്ഷം രൂപയൊക്കെ അടുത്ത് പിരിച്ചെടുക്കാനുണ്ട്. പക്ഷെ അത് ഓർഡിനറി മെമ്പർമാരായ അവർക്കുള്ള ഡ്യൂസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം സമാജത്തിന്റെ ഒരു AGM തീരുമാനിച്ച പ്രകാരം ഒരു സ്കീം, അതായത് കുറേയേറെ ഡ്യൂസ് ഉള്ളവർക്ക് 2200 രൂപ അടച്ച് ലൈഫ് മെമ്പർഷിപ്പിലേക്ക് മാറാം എന്നുള്ള ഒരു ഓഫർ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഈ AGM ക്യാൻസൽ ആയിട്ടില്ല. പക്ഷെ അത് അടുത്ത AGM കൂടി ആ ഒരു ഓഫർ അവസാനിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡ്യൂസ് ഒരുപാടുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്യൂസ് അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അതിനു പുറമെ വരുമാന മാർഗങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, ഒരു സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ചൊരു അഭിപ്രായം മുന്നോട്ട് വന്നെങ്കിലും അത് കാര്യമായിട്ട് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഉള്ള പ്രശ്നം നിലനിന്നു. പിന്നെ കേരളത്തിന്റെ തനത് കലകൾ ആയ വിവിധ നൃത്തരൂപങ്ങളും മറ്റ് പാട്ടുകളായാലും ചെണ്ട തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ആയാലും അത് പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ തുടങ്ങാം എന്നുള്ള ഒരു സജഷൻസ് വന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സജഷൻ വന്നത്, അത് AGM-ന് മുന്നേ AGM-ൽ വരാൻ സാധിക്കാത്ത ചില അംഗങ്ങളും അറിയിച്ചിരുന്നു. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു ഫൈനാൻസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ സമാജത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാജത്തിലെ അംഗങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും സാമ്പത്തിക സഹായം കൊടുത്ത് അതിലൂടെ ഒരു വരുമാനം സമാജത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ആ ഒരു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് സമാജത്തിന് തന്നെ തുടങ്ങാനും അത് ഫണ്ട് ചെയ്യാനും ഉള്ള ഒരു കാപ്പബിലിറ്റി സമാജത്തിന് വരും എന്നും ഒരു നിർദ്ദേശം വന്നു. അതുപോലെ ചെറിയ പപ്പടം മാനുഫാക്ചറിങ് യൂണിറ്റ്, അതുപോലെ സ്മോൾ സ്കെയിൽ ബിസിനസ് 4-5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ബിസിനസ്സുകളും സമാജത്തിന് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള സജഷൻസും വന്നു. അപ്പോൾ ഈ ഒരു സജഷൻസ് ഒക്കെ നമ്മൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് ശേഷം ഈ സജഷൻസ് പറഞ്ഞവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്ന് കൂടുതൽ കുലങ്കുഷമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ അതിന്റെ നടത്തിപ്പിലേക്ക് ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കുന്നതാണ്. സമാജം ഇമ്പാക്റ്റ് എന്നതിൽ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും പറയാനില്ല. സമാജ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമാജം ചെയ്യുന്ന കാര്യങ്ങളല്ല, സമാജം ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ വരുന്നുണ്ട്. അതിന് പുറമെ ഏതെങ്കിലും ഒരു മലയാളിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിൽ പ്രത്യേകിച്ചൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നുള്ളതാണ്. അപ്പോൾ പങ്കജവല്ലി ചേച്ചി മരിച്ചപ്പോൾ ആ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ആൾക്കാരില്ലാത്ത, അതുപോലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനും അടുത്ത കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആൾക്കാരില്ലാത്ത ഒരവസ്ഥയുണ്ടായി. ആ സിറ്റുവേഷനെ കുറിച്ച് ഞാനൊരു ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടിരുന്നു. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയർമാരായ ഉജിത്ത്, ബെന്നി, പിന്നെ അനൂപേട്ടൻ, പിന്നെ അതുപോലെ നിർമ്മല ചേച്ചി, കോമൽദാസ് ഏട്ടൻ, സുർവേ തുടങ്ങിയവർ ആ വീട്ടിലെത്തുകയും പിന്നെ അവരെ സഹായിക്കുകയും ചെയ്തു. അവരുടെ ഇടപെടലിൽ വളരെ തൃപ്തിയായ ആ ചേച്ചിയുടെ കുടുംബം, അവരുടെ മകൻ എന്നെ പ്രത്യേകം വിളിച്ച് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സപ്പോർട്ട്. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷമുള്ള ഒരു മാസക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ആ പ്രവർത്തന റിപ്പോർട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നമ്മുടെ ഗൃഹസന്ദർശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞ മലയാള മിഷൻ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രവർത്തനമാണ്. കുട്ടികളുള്ള വീടുകളിൽ സന്ദർശിക്കുകയും മലയാള മിഷന്റെ പ്രസക്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും അങ്ങനെ അവരെ മലയാളം ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വർഷം നല്ല രീതിയിൽ അഡ്മിഷൻസ് കുട്ടികളും പേരൻസ് താല്പര്യം കാണിക്കുകയുണ്ടായി അഡ്മിഷൻ എടുക്കാൻ. ഏകദേശം ഈസ്റ്റിലും വെസ്റ്റിലുമായി 20-25ഓളം കുട്ടികൾ പുതുതായി അഡ്മിഷൻ എടുത്തു. അത് നിലനിർത്തി കൊണ്ടുപോകണം. അതാണ് കുട്ടികൾ കൊഴിഞ്ഞു പോകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. അതുപോലെ തന്നെ പ്രവേശനോത്സവം മലയാളം മിഷൻ എല്ലാ വർഷവും നടത്തുന്ന ഈ പുതിയ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് അമ്പർനാഥിൽ വെച്ച് നടന്നു. അതിൽ നമ്മുടെ 2 പഠന കേന്ദ്രങ്ങളിലെയും കുട്ടികൾ പങ്കെടുത്ത് പരിപാടികൾ അവതരിപ്പിച്ചു. അതിനുശേഷം മലയാളം മിഷന്റെ തന്നെ കാവ്യാലാപന മത്സരം നടന്നു. സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം എന്നാണ് അതിന്റെ പേര്. അതും മലയാളം മിഷൻ എല്ലാ വർഷവും നടത്തുന്നതാണ്. ഈ വർഷം ONV കുറുപ്പിന്റെ കവിതകളായിരുന്നു തീം. അപ്പോൾ അതിലും നമ്മുടെ പഠന കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തു. വേറൊരു കാര്യം നമ്മൾ ചെയ്തത്, ആദ്യമായി നമ്മൾ ഫാമിലി ക്യാപ്റ്റൻസിന്റെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഫാമിലി ക്യാപ്റ്റൻസ് നമ്മുടെ 6 ഫാമിലി ഗ്രൂപ്പുകളിൽ നിന്നായി 4 ക്യാപ്റ്റൻസ് ആണ് ഓരോ ഗ്രൂപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 മുതിർന്നവരും 2 ചെറുപ്പക്കാരും, അങ്ങനെ 4 ക്യാപ്റ്റൻസ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഓണാഘോഷം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിലും, അതുപോലെ ഇനി അങ്ങോട്ട് ഈ കുടുംബ ഗ്രൂപ്പുകൾ അതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ നടന്നു. വളരെ യങ് ക്രൗഡായിരുന്നു. ചെറുപ്പക്കാരായ ഫാമിലി ക്യാപ്റ്റൻസ് ഭൂരിഭാഗം പേരും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയാണ് ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതായത് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്ന് ഇതിനോട് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. കാരണം അവർക്ക് വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ചെറുപ്പക്കാർ മുന്നോട്ട് വരും, സഹകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പല കാര്യങ്ങളും അതിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് നയിക്കാനുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതത് ക്യാപ്റ്റൻസ് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പാടാം എന്നുള്ളത് നമ്മുടെ സമാജം, ബദ്ലാപൂരിലുള്ള മലയാളികളായ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരുടെയും പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ആൾക്കാരുടെയും ഒരു കൂട്ടായ്മയാണ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ആദ്യ സംഗമം, അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെ ഒരു സംഗമം നടന്നിട്ടില്ലായിരുന്നു. അതിന്റെ സംഗമം കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി. 10-15ഓളം പേർ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവരും തന്നെ പാട്ടൊക്കെ പാടി. എല്ലാവരും മടിച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു വേദിയിൽ പാട്ട് പാടാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എല്ലാവരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും നാണം മറന്ന് എല്ലാവരും ആ പരിപാടിയിൽ പാടുകയും ചെയ്തു. ഈ പറയുന്ന ഞാൻ പോലും ആദ്യമായിട്ട് ഒരു വേദിയിൽ അങ്ങനെ ഒരു പാട്ട് പാടി. അപ്പോൾ ഇനി നിങ്ങളെപ്പോലുള്ളവർക്കും ഇതിലേക്ക് വരാം. അതിന്റെ ഗ്രൂപ്പിന്റെ ഇൻവൈറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം, നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതാണ്. സ്ത്രീശക്തിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ സമാജം ഗ്രൂപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ത്രീശക്തിയുടെ കാറ്ററിംഗ് സർവീസ് അവർ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ എന്തൊക്കെയാണ് ഐറ്റംസ്, ഒരു മെനു കാർഡ് വിത്ത് പ്രൈസ് ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. കഴിയുന്നത്ര നിങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കും മറ്റു വീടുകളിലുള്ള ആഘോഷങ്ങൾക്കും ഉള്ള ഓർഡറുകൾ നമ്മുടെ തന്നെ ചേച്ചിമാർക്കും അമ്മമാർക്കും കൊടുക്കുക. അവർ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അമ്മമാർ ഉണ്ടാക്കുന്ന അതേ പരിശുദ്ധതയോടെ അതേ സ്നേഹത്തോടെ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ലാഭവും പോകുന്നത് ആ അമ്മമാരുടെ പണിക്കൂലിയും അതുപോലെ സ്ത്രീശക്തിയുടെ നീക്കിയിരിപ്പ് പൈസയും ആയിട്ടാണ് അത് പോകുന്നത്. അതുകൊണ്ട് ഒരു കുത്തക മുതലാളിക്ക് നിങ്ങളുടെ പൈസ പോകില്ല. അതുകൊണ്ട് സ്ത്രീശക്തിയുടെ കാറ്ററിംഗിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതിനു പുറമെ സ്ത്രീശക്തി ചെയ്യാൻ മുന്നേ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം മാറ്റ് മേക്കിംഗ് ആണ്. നമ്മുടെ ചവിട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെ പഴയ കോട്ടൺ തുണികൾ ഉപയോഗിച്ച് ചവിട്ടി നല്ല ഭംഗിയുള്ള ചവിട്ടികളാക്കി എങ്ങനെ നൂറ്റാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ബദ്ലാപൂരിലുള്ള സ്ത്രീകൾക്ക് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവർ ആദ്യത്തെ ബാച്ചിൽ 10 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും 50%-ലധികം ഫില്ലായി. ഏതായാലും നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കൺവീനറെയോ ചെയർമാനെയോ ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയാനുള്ളത്. പ്രധാന തീരുമാനങ്ങൾ എന്നുള്ള വിഷയത്തിൽ
നമ്മൾ AGM-ലെ തീരുമാനങ്ങൾ ഏതായാലും നിങ്ങളെ അറിയിച്ചു. അതിന് പുറമെ സമാജത്തിന്റെ കമ്മിറ്റി മീറ്റിംഗിൽ ഉണ്ടായ പ്രധാന തീരുമാനങ്ങൾ കുറേയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട, കാരണം പല തീരുമാനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ, അത് തീർച്ചയായും ഞാൻ വീഡിയോയിൽ പറയാറില്ല. മറ്റ് പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിൽ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് മെമ്പർമാർക്കുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് നമ്മൾ മുന്നേ തീരുമാനിച്ചതാണ്. പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങണം എന്ന് തീരുമാനിച്ചു. അതുപോലെ നോർക്ക ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവർക്കും ഒരു ക്യാമ്പയിൻ വെക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന്റെ ഡേറ്റ് ഫൈനൽ ചെയ്തിരുന്നില്ല. അത് ഒക്ടോബർ 5-ന്, നമ്മുടെ ഓണാഘോഷം സെപ്റ്റംബർ 28-നാണ്. അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച ആ ഒരു പരിപാടി നോർക്ക ID കാർഡ് ക്യാമ്പയിൻ വെക്കാം എന്ന് തീരുമാനിച്ചു. പിന്നെ അതേ ദിവസം തന്നെ അനിൽ ഐ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ഫ്രീ ഐ ചെക്കപ്പും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോർക്ക കാർഡും അതുപോലെ ഐ ചെക്കപ്പും ഒരേ വേദിയിലാണ്. അപ്പോൾ അംഗവും കാണാം താളിയും കുടിക്കാം എന്ന് പറഞ്ഞ പോലെ ഐ ചെക്കപ്പിന് വരുന്നവർക്ക് നോർക്ക കാർഡ് ഉണ്ടാക്കാം, നോർക്ക കാർഡ് ഉണ്ടാക്കാൻ വരുന്നവർക്ക് ഐ ചെക്കപ്പും ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഇതും കൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസത്തെ അപ്ഡേറ്റിൽ പറയാനുള്ളത്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത മാസത്തെ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.